ഹായ് എവരിവൺ, ഞാൻ നിങ്ങളുടെ പൂജ അഭി. വെൽക്കം ടു മൂൺസ്റ്റോൺ ഡിസൈൻസ്. നമ്മൾ 2 ആഴ്ചയോളമായി വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണ് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതിരുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഇൻസ്റ്റയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തോ എറർ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്, ഇൻസ്റ്റയിൽ അപ്ലോഡ് ആകുന്നതേ ഇല്ല. എന്താണെന്ന് അറിയില്ല. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. വെൽക്കം ടു മൂൺസ്റ്റോൺ ഡിസൈൻസ്. അപ്പൊ നമ്മുടെ മൂൺസ്റ്റോൺ ഡിസൈൻസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവരിലേക്കും ഒന്ന് മൂൺസ്റ്റോൺ ഡിസൈൻസ് എത്തിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മൂൺസ്റ്റോൺ ഡിസൈൻസിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല, ഓൺലൈൻ പേയ്മെന്റ് മാത്രമാണ്. പ്രോഡക്റ്റ് എല്ലാം ഡെസ്പാച്ച് ചെയ്യുന്നത് DTDC വഴി, ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുക്കുക. നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്തുകൊണ്ട് താഴെ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ്. നമ്മൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പേര് കമന്റിൽ ചോദിക്കുന്നുണ്ട് നമ്പർ തരുമെന്ന്. നമ്മൾ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഓർഡർ എടുക്കുന്ന നമ്പറും അത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. അതപ്പോൾ നമുക്ക് കമന്റ് സെക്ഷനിൽ ഇടാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സൈസ് എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല. സൈസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു സൈസ് അപ്പ് എടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുന്ന സമയത്ത് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് വെക്കുക. ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയാണ് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെക്കാനായിട്ട് പറയുന്നത്. ഇന്ന് നമ്മൾ 2 അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ജാക്കറ്റ് കുർത്തിയുടെ കളക്ഷൻ, അതുപോലെ തന്നെ പാനൽ കട്ട് കുർത്തീസിന്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജാക്കറ്റ് കുർത്തി തന്നെയാണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന തന്നെയാണ് നമ്മളെ ജാക്കറ്റ് കുർത്തി. നമുക്കിത് ഫ്രോക്കായിട്ടും കുർത്തിയായിട്ടും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് കുർത്തിയാണ്. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. കുർത്തിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 47 to 48 ഇഞ്ചോളം ലെങ്ത് ആണ് വരുന്നത്. മാൻഡ്രൈൻ കോളർ വന്നിട്ട് യോക്ക് പോർഷനിലേക്ക് ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് വെച്ചാണ് ഫ്ലോറൽ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇവിടെ ഒരു ടൈസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്ലാക്കറ്റ് കൊടുത്തിട്ട് ഒരു വുഡൻ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ എംബ്രോയിഡറി വർക്ക് തന്നെയാണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ഫുൾ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിന്റെ കണ്ടോ, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ജാക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ടൈസ് കെട്ടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് കെട്ടേണ്ട ആവശ്യമില്ല, ഓപ്പൺ ചെയ്ത് ഇടാവുന്നതാണ്. ഞാനിപ്പോ കെട്ടിയാണ് വെച്ചിരിക്കുന്നത്. സ്ലീവ്സിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ഓൾ ഓവർ ബോഡിയിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് വേഗം തന്നെ ഇതിന്റെ ക്ലോസർ വ്യൂ കൂടി ഒന്ന് കാണാം. കുർത്തിയുടെ ക്ലോസർ വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ത്രെഡ് വർക്ക്സ് ഒക്കെ യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് യോക്ക് പോർഷന്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് സീക്വൻസ് വർക്കാണ് യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതേ സെയിം പാച്ച് തന്നെയാണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും കൊടുത്തിരിക്കുന്നത്. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ബാക്ക് വ്യൂ എന്ന് പറയുമ്പോൾ എ ലൈൻ പാറ്റേണിലാണ് പോയിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പീച്ച് പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഏതാണെന്ന് ഒന്ന് നോക്കാം. അതിൽ വരുന്ന നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ജാമുൻ ഷെയ്ഡ് എന്നൊക്കെ പറയാം. നല്ല ഞാവൽപ്പഴം കഴിക്കുമ്പോൾ ഉള്ള ഒരു ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. നേരത്തെ പറഞ്ഞ കുർത്തിയുടെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. നമുക്ക് വേഗം തന്നെ ഇതിന്റെ ക്ലോസർ വ്യൂ കൂടി ഒന്ന് കാണാം. കുർത്തിയുടെ ക്ലോസർ വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജാമുൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല രസമാണ് കാണാൻ. കണ്ടോ, ഞാവൽപ്പഴം കഴിക്കുമ്പോൾ ഉള്ള ഒരു കളർ കിട്ടത്തില്ലേ, ആ കളറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. മാൻഡ്രൈൻ കോളറാണ്. ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ജാക്കറ്റ് കുർത്തിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക് വരുമ്പോൾ, ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എ ലൈൻ പാറ്റേണിലാണ് ബാക്ക് പോയിരിക്കുന്നത്. ഗുഡ് ക്വാളിറ്റി ഓഫ് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഉള്ളിലേക്ക്.
സ്ലീവ്സിലേക്ക് ലൈനിങ് വരുന്നില്ല. ഇതിന്റെ അവൈലബിൾ ആകുന്ന സൈസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. ആംപിക് മെഷർമെന്റ് എന്ന് പറയുന്നത് 38 to 44 സൈസിലാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 990, 990 രൂപയാണ് ജാക്കറ്റ് കുർത്തിയുടെ റേറ്റ് എന്ന് പറയുന്നത്. ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേഗം തന്നെ പാനൽ കട്ട് കുർത്തീസ് ഒന്ന് കണ്ടിട്ട് വരാം. നെക്സ്റ്റ് സെറ്റ് ഓഫ് കളക്ഷൻ എന്ന് പറയുന്നത് പാനൽ കട്ട് കുർത്തീസിന്റെ കളക്ഷൻ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേജ് ക്രീം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ക്രീം ആൻഡ് പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലോറൽസ് ആണ് ഇതിലേക്ക് പോയിരിക്കുന്നത്. കുർത്തയുടെ ലെങ്ത് എന്ന് പറയുന്നത് 47 to 48 ഇഞ്ചോളം ലെങ്ത് ആണ്. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. റൗണ്ട് നെക്ക് ആണ് വന്നിരിക്കുന്നത്. യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് സ്ലബ് സിൽക്ക് ഫാബ്രിക് ആണ്. അതിലേക്കാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ മിറർ വർക്ക്സും അതുപോലെ തന്നെ കട്ട് ബീഡ്സ് വെച്ചാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. പാനൽ കട്ട് കുർത്തീസ് ആണ്. ഡോറീസ് അവൈലബിൾ ആണ്. ഞാൻ ബാക്കിലേക്ക് ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദാ ഫ്ലോറൽ പ്രിന്റ്സ് ആണ് പോയിരിക്കുന്നത്. ഓരോ ഫ്ലോറൽസ് ഹൈലൈറ്റ് ചെയ്ത് ഗോൾഡൻ ഫോയിൽ പ്രിന്റ്സ് കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ ഇതിന്റെ ക്ലോസർ വ്യൂ കൂടി ഒന്ന് കാണാം. കണ്ടോ, ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്ന. സ്ലബ് സിൽക്ക് ആണ്, മെറൂൺ കളർ സ്ലബ് സിൽക്ക് ആണ് യോക്ക് പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. ക്രീം പിങ്ക് ഗ്രേ ഷെയ്ഡ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് സ്ലീവ്സ് വരുന്നത്. അതിലേക്ക് ഹൈലൈറ്റ് ചെയ്ത് ഗോൾഡൻ ഫോയിൽസ് പോകുന്നുണ്ട്. സ്ലീവ്സിന്റെ എൻഡിലേക്ക് ഒരു കുഞ്ഞു പൈപ്പിംഗ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. മെറൂൺ കളറിലുള്ള ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബാക്ക് പോർഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. നല്ലൊരു റയോൺ മെറ്റീരിയലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. പാനൽ കട്ടാണ്. നല്ല ഫ്ലയർ ഉണ്ട് ആവശ്യത്തിന്. ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ കുർത്തിയാണ്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 849, 849 രൂപയാണ്. ഇതിന്റെ അവൈലബിൾ ആകുന്ന സൈസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസ് ആണ്. നമുക്ക് വേഗം തന്നെ നെക്സ്റ്റ് കളക്ഷൻ ഒന്ന് കാണാം. പാനൽ കട്ടിൽ വരുന്ന നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ബ്രൗൺ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. 3/4 സ്ലീവ്സ് ആണ്. കുർത്തയുടെ ലെങ്ത് എന്ന് പറയുന്നത് 47 to 48 ഇഞ്ചോളം ലെങ്ത് ആണ്. യോക്ക് പോർഷൻ എന്ന് റൗണ്ട് നെക്ക് ആണ് വന്നിരിക്കുന്നത്. യോക്ക് പോർഷൻ എന്ന് പറയുമ്പോൾ ഒരു ബക്കറ്റ് ഷേപ്പിലുള്ള വൈറ്റ് പാച്ചും ബ്രൗൺ ഷെയ്ഡും കൂടെ കൊടുത്തിട്ട് അതിലേക്കാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. കട്ട് ബീഡ്സും ഒറിജിനൽ മിറേഴ്സും വെച്ചാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ആ സെയിം പാച്ച് തന്നെയാണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് പോയിരിക്കുന്നത്. പാനൽ കട്ടാണ്. ഇതിലേക്ക് ബിഗ് ലീവ്സിന്റെ പ്രിന്റ്സ് ആണ് പോയിരിക്കുന്നത്. ഡോറീസ് അവൈലബിൾ ആണ്. ഞാൻ ബാക്കിലേക്ക് ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് വേഗം തന്നെ ഇതിന്റെ ക്ലോസർ വ്യൂ കൂടി ഒന്ന് കാണാം. കുർത്തിയുടെ ക്ലോസർ വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക്. മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. പാനൽ കട്ട് കുർത്തിയാണ്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ബാക്ക് വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബിഗ് ലീഫ് പ്രിന്റ്സ് ആണ് പോയിരിക്കുന്നത്. പാനൽ കട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ്. 3/4 സ്ലീവ്സ് ആണ്. ഇത്രയുള്ള ഹാഫ് ഓഫ് ദ പോർഷനിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. പാനൽ കട്ട് വരുന്ന ആ ഭാഗത്തേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ഉള്ള നല്ല കട്ടിയുള്ള ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റും ആണ് ഇടാനായിട്ട്. ഇതിന്റെ അവൈലബിൾ ആകുന്ന സൈസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. ആംപിക് മെഷർമെന്റ് എന്ന് പറയുന്നത് 38 to 44 ആണ്. ഇതിന്റെ റേറ്റും സൂപ്പർ ആണ്. 899, 899 രൂപ മാത്രമേ ഉള്ളൂ ഈ കുർത്തയുടെ റേറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ച കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വേഗം തന്നെ എല്ലാവരും ഓർഡർ ചെയ്തോളാം. ഇഷ്ടപ്പെട്ടവരൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്തോളുക. നമ്മുടെ വീഡിയോസ് തേഴ്സ്ഡേസിലും മൺഡേസിലും 7:30 PM ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒരേ സമയം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.